ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആഷി സൈസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഞങ്ങൾ ഇങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് സൺഡേ ആണല്ലോ. അപ്പോൾ നമ്മൾ വൈകിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി കഴിക്കാണ്. നമ്മൾ എന്തോ കഴിക്കണമെന്നൊന്നും തീരുമാനിച്ചില്ല, ചുമ്മാ അങ്ങ് പോവാണ്. അവിടെ ചെന്ന് പോകാൻ ഞാൻ വിചാരിച്ചു. അപ്പോൾ വീട്ടിലിങ്ങനെ വിഷമത്തിനപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ വെളിയിൽ പോയിട്ട് വരാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ചെന്ന് അങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ആശി പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും കയറി ബ്രോസ്റ്റഡ് കഴിക്കാമെന്ന്. അങ്ങനെ ബ്രോസ്റ്റഡ് കഴിക്കാൻ നല്ല ബ്രോസ്റ്റഡ് കിട്ടുന്ന സ്ഥലത്തേക്ക് അമ്മ വണ്ടി വിട്ടു. അങ്ങനെ ഞങ്ങൾ പേസ്ട്രി വീട്ടിലേക്ക് അമ്മ ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ നല്ല ബ്രോസ്റ്റഡ് കിട്ടും. അതുകൊണ്ട് നമ്മൾ എന്തോ കഴിക്കണമെന്ന് തീരുമാനിച്ചൊന്നുമില്ല. പക്ഷേ ആശിനിടയ്ക്ക് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്നാൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. ഞങ്ങൾ ചെന്നപ്പോൾ അത്ര വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പക്ഷേ വൈകുന്നേരം ആയി തുടങ്ങിയപ്പോഴത്തേനും നല്ല ആൾക്കാർ വന്നു. കാരണം ഇവിടെ അൽഫാമുണ്ട്. അപ്പോൾ അൽഫാം ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും റെഡി ആകില്ല. അപ്പോൾ അത് കഴിക്കാനും അത് വാങ്ങാനും ഒക്കെ വരുന്ന ആൾക്കാരുടെ തോനെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുന്നെന്ന് അറിഞ്ഞ് കാണും. അതുകൊണ്ട് ഒരൊറ്റ മനുഷ്യരില്ലായിരുന്നു അവിടെ ഞങ്ങളരികെ. എനിക്ക് ആരെങ്കിലുമൊക്കെ വേണ്ട ഒരു ഹോട്ടലാകുമ്പോഴൊക്കെ. പക്ഷേ ഇവിടെ ആരും ഇല്ലായിരുന്നു ഞങ്ങൾ വന്നപ്പോഴൊന്നും. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സീറ്റിൽ എവിടെ വേണമെങ്കിലും കയറി ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 4 മണി 4:30 ആയപ്പോഴത്തേക്കാണ് വന്നത്. അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരൊറ്റ മനുഷ്യരില്ലാത്തത്. ഞങ്ങൾ കഴിക്കാനാണ് പോയത്. പക്ഷേ ആ വെയിറ്ററിയുടെ ചോദിച്ചാൽ എന്തെങ്കിലും കുടിക്കാൻ വേണോന്ന്. അപ്പോൾ വേണ്ടാന്ന് പറയാൻ തോന്നില്ല. അതുകൊണ്ട് ആഷ്മി ആ മെനു എടുത്തങ്ങ് നോക്കി, അരിച്ച് പറക്കി നോക്കി അതിൽ അവൾ കഴിക്കാത്ത എന്തെങ്കിലും ഉണ്ടോയെന്ന്. അങ്ങനെ ഞങ്ങൾ കഴിക്കാത്തത് അങ്ങനെ അവൾക്ക് ഇഷ്ടമാണ് സ്ട്രോബെറി ഐസ്ക്രീം ഷേക്ക്. അങ്ങനെ അവളൊരു ഐസ്ക്രീം ഷേക്ക് സ്ട്രോബെറിയുടെയും ഞാനൊരു ഐസ്ക്രീം ഷേക്ക് ചോക്ലേറ്റിൻ്റെയും ഓർഡർ ചെയ്തു. അമ്മയ്ക്കൊന്നും വേണ്ട. അമ്മയ്ക്ക് ഞങ്ങൾ കഴിക്കുന്ന കാണുന്നതാണ് അമ്മയുടെ സന്തോഷം. അമ്മയ്ക്ക് ഒപ്പം തന്നെ വയറ് നിറയുമെന്നാണ് പറയുന്നത്. പക്ഷേ അപ്പം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് നല്ല അമ്മ, എന്ത് നല്ല അമ്മ മക്കളോട് എന്തൊരു സ്നേഹം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കണം ആ പാത്രം അമ്മയുടെ മുമ്പിൽ ഇരിക്കുന്നത്. പക്ഷെ സത്യം പറയില്ല, അമ്മ ഷേക്കൊന്നും കുടിച്ചില്ല. അമ്മയ്ക്ക് ഈ ഐസ്ക്രീം ഷേക്കിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ലൈം കോളയൊക്കെ കുടിക്കും. അതുകൊണ്ട് ലൈം കോള അമ്മ അങ്ങ് ഓർഡർ ചെയ്തു. നിങ്ങൾ വിചാരിച്ച അമ്മ ഒന്നും ഓർഡർ ചെയ്യത്തില്ലെന്ന്. ഞങ്ങളും വിചാരിച്ച് അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഒന്നും വേണ്ട നിങ്ങൾ കഴിച്ചോണം എന്ന് പറഞ്ഞാൽ വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളെക്കാട്ടിലും കൂടുതൽ കഴിച്ചത് അമ്മയാണെന്നാണ് എൻ്റെ ഇപ്പോൾ ഒരു സംശയം. ഞങ്ങൾ വന്നപ്പോഴേ ഓർഡർ ചെയ്തത് ബ്രോസ്റ്റഡാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഷേക്ക് ഓർഡർ ചെയ്തത്. പക്ഷേ ബ്രോസ്റ്റഡ് ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് വന്നത്. അതിന് മുമ്പേ ഷേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ അതങ്ങ് കുടിച്ചു തുടങ്ങി. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ബ്രോസ്റ്റഡ് ഇത്ര കഴിക്കാൻ പറ്റിയില്ല. 4 പീസ് ബ്രോസ്റ്റഡാണ് ഓർഡർ ചെയ്തത്. ഈ കാണുന്ന പോലെയൊന്നും അല്ല, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഈ സാധനത്തിന്. 4 ബന്നും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും മയോണൈസും 4 പീസ് ചിക്കനും ഒക്കെ ആകുമ്പോൾ ഭയങ്കര ക്വാണ്ടിറ്റി. ഞങ്ങൾക്ക് 3 പേർക്കും സുഖമായിട്ട് കഴിക്കാൻ പറ്റി. ആദ്യം ഒളിപ്പിച്ചിട്ടുണ്ട് കൊള്ളാം. കൊള്ളാവുന്നതാണ്. പക്ഷേ പിന്നെ എടുക്കണം. പിന്നെ ഗൈസ്, മെയിനായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ നല്ല ഒരു ഉഷാറാണ്. ഞാൻ വീഡിയോ ഇടാം. പിന്നെ എനിക്ക് നാളെ PT മീറ്റിംഗ് ഉണ്ട്, അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. നാളെ എനിക്ക് PT1 എക്സാമിന് മാർക്കൊക്കെ കിട്ടും. അമ്മയുടെ നെറ്റിത്തുള്ളിലൊക്കെ ഞാൻ റെഡി ആയിരിക്കുവാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. പിന്നെ ഗൈസ്, ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് സൺഡേയിലാണ്. പക്ഷേ ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും സമയം ഒരുപാട് എടുക്കും. കാരണം അതുകൊണ്ടല്ല, എഡിറ്റ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടുന്നില്ല. കാരണം എക്സ്ട്രാ ട്യൂഷൻ തന്നെ കുറേ ഉണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ പഠിക്കാനും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടത്തില്ല. പിന്നെ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞ ആൾ ഒരു ലൈം കോള ഓർഡർ ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോഴത്തേനും ഞങ്ങളുടെ ബ്രോസ്റ്റഡി എല്ലാം തീർന്നു കഴിഞ്ഞു. ഞാനെല്ലാം കഴിച്ച് എൻ്റെ പത്രത്തിൽ എല്ലാം മാത്രമായി. പകുതി ആയപ്പോഴത്തേനും എൻ്റെ വയറ് നിറഞ്ഞു. പക്ഷേ ഈ അമ്മ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി, ഇനി ഞാനെനിക്ക് ഫുഡ് വാങ്ങിച്ചു തരണമെങ്കിൽ നിങ്ങളിത് ഫുള്ള് കഴിക്കണമെന്ന്. അങ്ങനെ അവിടെ ഭീഷണിപ്പെടുത്തി ഞങ്ങളെ ഫുള്ള് കഴിപ്പിച്ച്. അമ്മയ്ക്കും മതിയായി. അതുകൊണ്ട് അമ്മ ഞങ്ങളെ നിർബന്ധിച്ച് എന്നെ ആശ്മയും കഴിപ്പിച്ചതാണ്.
ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകും. ഞാനും അമ്മയും അശ്മിയും മാത്രം ഒക്കെ ആയിട്ട്. ചിലപ്പോൾ അമ്മൂമ്മയും വരും. ഞങ്ങളെല്ലാം അവിടെ പോവും ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ. മാസത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾ പോവും. അത് പിന്നെ എന്താ, അത് എവിടെങ്ങൊന്നൊന്നും ഇല്ല. ചിലപ്പം പോയിട്ട് വരുന്ന ഏതെങ്കിലും വഴിക്ക് ദൂരെ എവിടെയെങ്കിലും പോയിട്ട് വരുന്നവരിക്കൊക്കെ എവിടെയെങ്കിലും കയറി ഫുഡ് കഴിക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ വൈകുന്നേരമൊക്കെ ഇരിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ പോകും. അതൊക്കെ സ്വാഭാവികം ഞങ്ങളുടെ വീട്ടിൽ. പിന്നെ അശ്മിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ കുറച്ച് സ്നാക്സും പിന്നെ മാഷ്മെലോയും പിന്നെ അമ്മ കണ്ടൊരു സാധനമാണ് ചുപ്പാ ചുപ്സും. അമ്മയ്ക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ക്യാൻഡിയാണ്. അവ എവിടെ കണ്ടാലും അത് ഫുള്ള് വാങ്ങിക്കും. ഈ കടയിൽ ഇനി ചുപ്പാ ചുപ്സ് ഇല്ല, കാരണം അത് ഫുള്ള് ഞങ്ങളുടെ അമ്മ വാങ്ങിച്ചു കഴിഞ്ഞു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചുപ്പാ ചുപ്സ്. അമ്മ അതുകൊണ്ട് ഞങ്ങൾക്ക് പോലും ചിലത് അമ്മ ഒറ്റയ്ക്ക് ഇരുന്നത് ഫുള്ള് കഴിക്കും. പിന്നെന്താ, ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇങ്ങനെ ഇടയ്ക്കൊരു ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.